ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് വയലട വരെ പോയാലോ? ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് എവിടെയും ട്രിപ്പൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്കൂൾ അടച്ചിട്ടും എന്തുകൊണ്ട് ടൂർ കൊണ്ടുപോകുന്നില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നപ്പോഴാണ് ഈ യാത്ര പോകാമെന്ന് ആദ്യം ഞങ്ങൾ തീരുമാനമെടുത്തത്. ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സെക്കൻഡ് ഡേ നല്ല രീതിക്ക് അവൾ എൻജോയ് ചെയ്തു. രണ്ടാമത്തെ റീസൺ എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റായി ഇപ്പോൾ വാവയ്ക്ക് 9 മാസമാവാനായി. ഇത്രയും കാലം എൻ്റെ വാവയും എന്നെയും എൻ്റെ മോളെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വേണ്ടേ എന്നുള്ളൊരു തോന്നലും കൂടിയാണ് കേട്ടോ ഈ യാത്ര. മൂന്നാമത്തെ റീസൺ ഒരു വാക്ക് പാലിക്കലാണ് കേട്ടോ. എൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ അടുത്ത് എന്നോ ഒരു സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ എന്നേലും ടൂർ പോവുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോകുമെന്ന്. അപ്പോൾ ആ വാക്ക് പാലിക്കലും കൂടിയാണ് ഈ ഒരു യാത്ര. പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൂരത്തേക്കൊന്നും അധികം നോക്കിയില്ല. നമ്മുടെ അടുത്തും എന്നാൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വാവേനെയും കൊണ്ടുള്ള ഫസ്റ്റ് ട്രിപ്പായതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി വരാൻ പറ്റി കേട്ടോ. ഞങ്ങൾക്ക് 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ടിരുന്നത്. ഞങ്ങളൊരു 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, കാറിൽ കയറിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ വിശക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു 12-12:45 ആകുമ്പോഴത്തേക്കും ഞാൻ കാറിൽ ഒരാൾക്കും സൗകര്യം കൊടുത്തില്ല. അങ്ങനെ ആദ്യം കണ്ട റെസ്റ്റോറൻറ്റ് തന്നെ കയറി ഫുഡ് അടിച്ചു. നല്ല വിശന്ന് പോയി കഴിച്ചുകൊണ്ടായിരിക്കണം, എനിക്ക് ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമായി. അവിടെ കയറി ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം തന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ മോളി പായസം മുഴുവൻ തീർത്തെന്ന്. ഒരിക്കലുമില്ല ഗൈസ്, ആ ഒരൊറ്റ സ്പൂണ് മാത്രമാണ് അവൾ കുടിച്ചത്. ഇങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അവിടെയുള്ള ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര തുടങ്ങി. അവരങ്ങനെ ബാക്കിലിരുന്ന് എൻജോയ് ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഈ യാത്രയ്ക്ക് പിന്നിൽ ഒരു ലക്ഷ്യം കൂടിയുണ്ട് കേട്ടോ. ഈ മനുഷ്യനെ ഒന്ന് ഫ്രീ ആയി കിട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. IT-കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർക്കോ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കുട്ടികളെയൊക്കെ ആക്കി ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാനും എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇക്കാര്യം അവിടുത്തെ മാനേജറുടെ അടുത്തും പറയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും അങ്ങനെ ഒരു സെറ്റപ്പ് അവർ ചെയ്യാം എന്നതാണ്. നോക്കാം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണിൻ്റെ റേഞ്ച് കട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വഴികാട്ടിയായ മാപ്പ് നിന്നതോടുകൂടി ഞങ്ങൾക്ക് വഴി അറിയാൻ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടു. പിന്നെ ആ ബോർഡ് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ദേ ആ കുന്നിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നേരെ റിസപ്ഷനിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം കീ തന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കാരണം ഞാനിത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറച്ചിലൊക്കെ കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ആ വീഡിയോ 1 മില്യൺ വ്യൂസൊക്കെ പോയെന്ന്. ഒരിക്കലുമില്ല ഗൈസ്, ഓൺലി 64 വ്യൂസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഈ റൂം ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. അതായത് ഈ കർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വ്യൂ ആയിരുന്നു കാണാൻ പറ്റിയിരുന്നത്. അതായത് ഇപ്പം ഇവർ പൂളിലൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ വാവേനെ ഉറക്കൊക്കെ ആണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇവരെയും കാണാം, ഈ കുഞ്ഞിനെ ഉറക്കുകയും ചെയ്യാം. അപ്പം നല്ലൊരു പരിപാടിയായിരുന്നു അത്. അങ്ങനെ ഒരു 4-5 മണിയായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. അങ്ങനെ വലിയ സെറ്റപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഷട്ടിൽ കോട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഷട്ടിൽ കോട്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഷട്ടിൽ കോട്ടിന് മീൻസ് ആ ഒരു നെറ്റിൻ്റെ മുകളിൽ മുഴുവൻ തുണി ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ കുറച്ച് ഊഞ്ഞാലിലൊക്കെ ആടി ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരം കറങ്ങി അടിച്ച് രാത്രിയാണ് പിന്നെ തിരിച്ച് റിസോർട്ടിലേക്ക് പോയത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ വേറെ വലിയ കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ അത്യാവശ്യം നല്ല തന്നെ ആയിരുന്നു. മോള് കുറച്ച് സങ്കടത്തിലൊക്കെ ആയിരുന്നു. കാരണം ഞങ്ങളവിടെ പാർക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാണ്ടായപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ പൂളിലൊക്കെ കളിപ്പിച്ച് അവളെ മൂടൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. അപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. റിസോർട്ടിലെ ഫസ്റ്റ് ഡേ നിങ്ങൾ കണ്ടല്ലോ. സെക്കൻഡ് ഡേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെ ഞാൻ വയലട വ്യൂ പോയിൻറ്റിലേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. വ്യൂ പോയിൻറ്റ് കണ്ടവർക്കും കാണാത്തവർക്കും എൻ്റെ കൂടെ വരാം. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.